കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അവൻ നിനക്ക് തരുമെന്ന് നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിൻ്റെ ഗർഭഫലവും നിൻ്റെ കൃഷിഫലവും ധാന്യവും വീഞ്ഞും എണ്ണയും നിൻ്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കും. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ അനുസരിക്കുമ്പോൾ ദൈവജനത്തിന് ലഭ്യമാകുന്ന അനുഗ്രഹത്തെ പരാമർശിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തത്. ഈ ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൻ്റെ ആരംഭ ഭാഗം നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ വായിക്കാം. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ദൈവം നമ്മളെ വർദ്ധിപ്പിക്കും. ഇത് സത്യമായ കാര്യമാണ്. ആരെയാണ് അനുഗ്രഹിക്കുന്നത്, ആരെയാണ് വർദ്ധിപ്പിക്കുന്നത്? വേദപുസ്തകം നിങ്ങൾ പഠിച്ചേ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭ ഭാഗങ്ങൾ മുതൽ നമ്മളിങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അബ്രഹാം, അല്ലേ? അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ദൈവവും അബ്രഹാമും തമ്മിലുള്ള കണക്ഷൻ എന്നായിരുന്നു? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെക്കുറിച്ച് പറയുന്നത് ഇവൻ എൻ്റെ സ്നേഹിതൻ എന്നാണ്. അപ്പോൾ അബ്രഹാമിന് ദൈവം അനുഗ്രഹിച്ചതിന് കാരണം, അബ്രഹാമിൻ്റെ തലമുറയെ ദൈവം വർദ്ധിപ്പിച്ചതിന് കാരണം ദൈവത്തിന് അബ്രഹാമിനോട് തോന്നിയ സ്നേഹമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച ഈ ലോകത്തിൽ മനുഷ്യർക്ക് തമ്മിൽ, അല്ലേ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടോ, ഭർത്താവിന് ഭാര്യയോടോ, മക്കൾക്ക് അമ്മയപ്പന്മാരോടോ, അമ്മയപ്പന്മാർക്ക് മക്കളോടോ, ഇല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോട്, വിശ്വാസികളോട്, സുഹൃത്തുക്കളോടൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? സ്നേഹം നമുക്ക് തോന്നാറുണ്ട്, അല്ലേ? പക്ഷേ ഈ സ്നേഹങ്ങൾക്കെല്ലാം ഏത് സ്നേഹം, ഈ ലൗകികമായിട്ടുള്ള ഇല്ലെങ്കിൽ ലോകവുമായി ബന്ധപ്പെട്ടുള്ള ഇല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിനെല്ലാം പരിമിതികളുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഒരു പരിമിതിക്ക് അപ്പുറത്തേക്ക് ഒരിക്കലും ഈ സ്നേഹത്തിന് നമ്മളെ പിന്തുടരാൻ കഴിയത്തില്ല. വ്യക്തികൾ തമ്മിലുള്ള സ്നേഹമെന്ന് പറയുന്നത് ഒരു ഘട്ടം വരെ മാത്രമേ നിൽക്കത്തുള്ളൂ. സ്തോത്രം. ഇനി സ്നേഹം എത്രത്തോളം വലുതാണെങ്കിൽ പോലും ഇത് മുറിയുന്ന ഒരു സ്ഥലമാണ് ശവപ്പറമ്പ്, അല്ലേ? സ്തോത്രം. എത്ര സ്നേഹമുണ്ടെങ്കിലും മരണമെന്ന ആ കരാളഹസ്തങ്ങൾക്കകത്ത് നമ്മൾ പെട്ടുപോയാൽ അതവിടെ മുറിയുകയാണെന്ന് പറഞ്ഞാൽ അർത്ഥം മരണം വരെ ഒരു മനുഷ്യന് നമ്മളെ സ്നേഹിക്കാനോ നമുക്ക് ആ വ്യക്തിയെ സ്നേഹിക്കുവാനോ കഴിയത്തുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം എത്രയോ ആഴമാണ്, അല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിനകത്തില്ലെങ്കിൽ പലരും ഈ സന്ദേശം കേൾക്കുന്ന യൗവനക്കാരുടെയിലോ ഇല്ലെങ്കിൽ സഹോദരങ്ങളോ മാതാക്കളോ പിതാക്കളോ ആയിരിക്കുന്ന പലരും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, അയ്യോ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ, എനിക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ലല്ലോ, സ്തോത്രം, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഇല്ലെങ്കിൽ എന്നെ ഒന്ന് ലിഫ്റ്റപ്പ് ചെയ്യാൻ, എന്നെ ഒന്ന് സ്നേഹിക്കാൻ ആരുമില്ലല്ലോ എന്ന് മാനുഷിക മേഖലകളുമായി ബന്ധപ്പെട്ട് പരിഭവത്തോടുകൂടെ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ലോകത്തിൽ ആര് നമ്മളെ ചേർക്കുകയോ തള്ളിക്കളയുകയോ ഒക്കെ ചെയ്താലും, ചേർത്താലും ഇനി തള്ളിക്കളഞ്ഞാലും, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുക, നിത്യത മുതൽ നിത്യത വരെ നമ്മെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരേ ഒരാള്, അത് നമ്മുടെ ജീവന്റെ ഉടമസ്ഥനായ ദൈവം മാത്രമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, അബ്രഹാമിനെ ദൈവം സ്നേഹിച്ചതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു, അവനെ ദൈവം വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. ദൈവം നമ്മളെ സ്നേഹിക്കും. ആഴമായ സ്നേഹമാണ്, അല്ലേ? എന്താ സ്നേഹത്തിൻ്റെ യേശു നമുക്ക് നൽകിയ സ്നേഹത്തിൻ്റെ ആഴമെന്ന് പറയുന്നത്? അവൻ ജീവനെ നൽകി നമ്മൾ എന്ത് ചെയ്തു? സ്നേഹിപ്പാൻ തക്കവണ്ണം ഇടവന്നു, അല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ജീവൻ നൽകി സ്നേഹിക്കുന്നതിലും വലിയ സ്നേഹമില്ല എന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ആത്മാവിൽ നിങ്ങളോട് കൈമാറുകയാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം അനുഗ്രഹത്തെ കൊണ്ടുവരും. ദൈവം നമ്മളെ സ്നേഹിച്ചാൽ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളെ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ലൗകിക സ്നേഹങ്ങളെക്കാൾ ഉപരിയായി, മനുഷ്യർക്ക് തമ്മിലുണ്ടാകുന്ന സ്നേഹങ്ങളെക്കാൾ ഉപരിയായി ദൈവം നമ്മെ സ്നേഹിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ ഒരു
ആത്മീക ജീവിതം, ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, മനുഷ്യ സ്നേഹങ്ങൾ നിഷ്ഫലമാകുന്ന ഈ കാലത്ത്, ഇല്ലെങ്കിൽ അതിനൊക്കെ പരിമിതികളുള്ള കാലത്ത്, ജീവിതത്തിൻ്റെ അന്ത്യം വരെ മരണത്തിനപ്പുറവും ഞങ്ങളെ സ്നേഹിക്കാമെന്ന് വാഗ്ദത്തം പറഞ്ഞ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, അവിടെ ഞങ്ങളെ സ്നേഹിച്ച്, അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ച്, അവിടെ ഞങ്ങളെ വർദ്ധിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടെ അത്ഭുതങ്ങളെ ചെയ്യും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.